ഇന്ന് പല കുടുംബത്തിൽ ചെന്നാലും സൗന്ദര്യത്തിന്റെ വിഷയത്തില് പല പെൺകുട്ടികളും പല ഭാര്യമാരും വേദന സഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരിലും ഉണ്ട്, ആണുങ്ങളിലും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ വിനീതന്റെ ഈ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഭാര്യ പറയുകയാണ്, ഉസ്താദ് സൗന്ദര്യം വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളെ സൂറത്ത് റഹ്മാൻ ഓതാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വേണ്ട സൗന്ദര്യം അല്ലാഹ് തരുമെന്ന് പറഞ്ഞു. സംഭവം എന്താണ്? ഈ സൗന്ദര്യത്തിന്റെ പേരിൽ അമ്മായിയമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ലടോ, സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഈ വിനീതൻ ഒരു സ്ഥലത്തൊരു ദുആയ്ക്ക് പോയി. അപ്പൊ അവിടെ നിന്ന് ഒരു വലിയ ഒരു പ്രയാസത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും അവിടുത്തെ ഒരു ഉമ്മയും വാപ്പയും, ആ ഉമ്മയും വാപ്പയും ഉള്ളൂ, അവര് നമ്മളോട് ഒരു വിഷമം പറഞ്ഞു. ആരെക്കുറിച്ചായിരിക്കും സ്വാഭാവികമായിട്ട് പറയുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം. പെണ്ണ് നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, കാണാൻ നല്ല രസമാണ്. പക്ഷേ എന്തേ? സമാധാനമില്ല വീട്ടിൽ, കുടുംബത്തെ സമാധാനമില്ല. നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ്, സൗന്ദര്യത്തിന്റെ പുറകിലല്ല നാം പോകണ്ടേ. ഇപ്പൊ ഒരു വാഹനം നാം വാങ്ങിക്കുമ്പോൾ പുറം എത്ര നല്ലതാണെങ്കിലും കളറും ഡിസൈനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻജിൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടി കൊള്ളാവോ? നമ്മൾ ചിന്തിക്കണം, കൊള്ളാവോ? ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത് എന്താണ്? സൗന്ദര്യത്തിനല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തില് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു പുരുഷനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും സൗന്ദര്യത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെയോ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്? കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ ഒരു ആണിനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെ നോക്കേണ്ടത് എന്താണെന്നറിയുമോ? ആഡംബരമായ വസ്തുക്കളുണ്ടോ എന്നല്ല നോക്കേണ്ടത്, സമ്പത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത്, സാമ്പത്തികമായ വിഷയത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെ എന്തിനാണെന്നറിയുമോ? അവരിൽ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒരാണ് നോക്കേണ്ടത് അവളിലെ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു ആണിനെ നീ വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെയും നീ നോക്കേണ്ടത് അവരിൽ ദീനിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെയുണ്ടല്ലോ, ഒരുപാട് സമ്പത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, സൗന്ദര്യത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് അവരിൽ ദീനുണ്ടോ, ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ദീനുണ്ടെങ്കിൽ സൗന്ദര്യത്തിനും പരിഹാരമാണ്, എല്ലാത്തിനും പരിഹാരമാകും. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നീണ്ടു നിൽക്കേണ്ടതല്ല. അങ്ങ് നീണ്ടു നിൽക്കേണ്ടതാണ്. ജീവിതം മരണം വരെയും നമുക്ക് നീണ്ടു നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള ദീനി ചിട്ടയോടെ വളർന്നു വന്നവരെ വേണം നാം വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.